ഹായ് ഹലോ. എന്നൊരു പുതിയ സിനിമയുടെ റിവ്യൂ ആയിട്ടാണ് ഞാൻ വന്നേക്കുന്നത്. നമ്മുടെ അമിത് ചക്കാലക്കിൽ നായകനായ അസ്ത്ര എന്ന് പറഞ്ഞ സിനിമയുടെ ഈ അടുത്തുള്ള യങ് ആക്ടേഴ്സിൽ ഒരുപാട് ശ്രദ്ധിക്കപ്പെട്ടില്ലെങ്കിലും വാരിക്കുഴിയിൽ കൊലപാതകം എന്ന് പറഞ്ഞ സിനിമയിൽ എനിക്ക് നല്ല അഭിനയം കാഴ്ചവെച്ചെന്ന് തോന്നിയ നടനാണ് അമിത് ചക്കാലക്കിൽ. ആൾ നന്നായി ആക്ട് ചെയ്യുന്ന നടനാണ്. പക്ഷെ പലപ്പോഴും നല്ല നല്ല സിനിമകൾ കിട്ടാണ്ട് ആൾ പുറകിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. 2023 ഡിസംബർ 1 അസ്ത്ര എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയത്. അത് കഴിഞ്ഞ് 2025 കഴിഞ്ഞ ആഴ്ചയാണ് മനോരമ മാക്സ് വഴി സിനിമ ഊറ്റിയിട്ട് റിലീസായത്. ഞാൻ വളരെയധികം പ്രതീക്ഷയിലാണ് ഈ സിനിമ കണ്ടിട്ട്. ഫസ്റ്റ് ഷോട്ട് തന്നെ ഒരു പോലീസ് കോട്ടേഴ്സ് പോലത്തെ സ്ഥലം, അതിൻ്റെ ഉള്ളിൽ ഒരു പോലീസുകാരൻ മകനെ വിളിച്ച് സംസാരിക്കണം. പെട്ടെന്ന് കറണ്ട് പോകണു ഊഹിക്കാം. ഇങ്ങനെ സംഭവം കറണ്ട് പോകുമ്പോൾ നമുക്ക് ആരെങ്കിലും വന്ന് അയാളെ കൊല്ലുന്നു ഊഹിക്കാം. അത് വരുന്നു കൊല്ലുന്നു. ആദ്യത്തെ ഷോട്ടിൽ തന്നെ കൊല്ലുന്നത് ഒരു പെണ്ണാണ് സിമ്പിളായിട്ട് മനസ്സിലാവുന്നുണ്ട്. നോർമലി മലയാള സിനിമയിൽ ഇങ്ങനത്തെ ഒരു ഓപ്പണിങ് കണ്ടു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഇതെന്താ ആ പെണ്ണിൻ്റെ ഫാമിലിനെ ഒന്നെങ്കിൽ പോലീസുകാരനായിട്ട് ബന്ധപ്പെട്ടവരും പോലീസുകാർ ആരുടെ കൂടി കൊന്നുണ്ടാവും. പിന്നെ ഒന്നെങ്കിൽ ഈ പെണ്ണിനെ അനിയത്തിനെ റേപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും. അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കും പ്രതീക്ഷിച്ചാണ് സിനിമ കാണുന്നത്. കുറച്ച് കഴിയണം കേസ് അന്വേഷണത്തിന് അടുത്ത പോലീസുകാരൻ അമിത് ചക്കാലക്കിൽ വരുന്നു. അടുത്ത പോലീസുകാരനെയും കൊല്ലുന്നു. അടുത്ത പോലീസുകാരനെ കൊന്നിടത്ത് അതിൻ്റെ ഇടയിൽ വേറെ പോലീസുകാരനെ കൊന്നതിൻ്റെ ഇതിൽ ഈ പെണ്ണിൻ്റെ മുഖം റിവീൽ ചെയ്യണം. പ്രതീക്ഷിച്ച പോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ കാണിച്ച ഒരു പെണ്ണും ആ പെണ്ണിൻ്റെ കൂടെയുള്ള കൂട്ടാളികളും ഇവരൊക്കെ കൂട്ട് തന്നെയാണ് കൊന്നതെന്ന് സിമ്പിളായിട്ട് റിവീൽ ചെയ്യണം. പിന്നെ മലയാള സിനിമയിൽ സ്ഥിരം എല്ലാ സിനിമയിലും മരിക്കണം നടണ്ടല്ലോ ആള് ഉണ്ട് ഇതിൽ. ആള് സ്ഥിരം ആളെന്നെ കാണുമ്പോൾ തന്നെ അറിയാം, ആളെ സംസാരത്തിൽ ഇതിൽ തന്നെ അറിയാം. അതൊരു ആള് നാടക നടനാണെന്നാണ് ഞാൻ കേട്ടേക്കുന്നത്. ആള് നമ്മുടെ പുലിമുരുകലിൽ മോഹൻലാലിൻ്റെ അച്ഛനായിട്ട് അഭിനയിച്ചതുണ്ടല്ലേ എല്ലാ സിനിമയിലും മരിക്കണത്. അപ്പോൾ ആള് ഈ സിനിമയിൽ സ്ഥിരം ക്ലീഷേ ആദ്യം മുതൽ ആളറിയാം, ആളാണ് മെയിൻ വില്ലൻ, ആളാണ് അവസാനമാണ് കൊല്ലുന്നത് തോന്നും. അത് തന്നെയാണ് സംഭവം. കാട്ടിലേക്ക് പോലീസുകാർ പോകുമ്പോൾ തന്നെ നമുക്ക് ഇത് ഈ ഫസ്റ്റ് മുതലേ കറക്റ്റായിട്ട് സിനിമയുടെ കഥ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ. പിന്നെ ആക്ഷൻ രംഗങ്ങളൊന്നും ഒരു രസമില്ല. കാടിൻ്റെ ഉള്ളിൽ ചിത്രീകരിച്ചുകൊണ്ട് കുറച്ച് കാണാനൊക്കെ രസമുണ്ടായിരുന്നു. സെന്തിൽ കൃഷ്ണൻ ഉണ്ട്. ഞാൻ ഈ സിനിമയുടെ കാസ്റ്റിംഗ് ഡീറ്റെയിൽസൊക്കെ ഒന്ന് വായിച്ചു തരാം. ഇതിൽ ചില റിവ്യൂസൊക്കെ പടം കണ്ട് ഫസ്റ്റ് ഭയങ്കര തള്ളൊക്കെ ആയിരുന്നു. നമുക്കൊന്നും അങ്ങനെ തോന്നിയിട്ട് കണ്ടിട്ട്. 2 പോലീസുകാരെ കൊലപ്പെടുത്തി കുറ്റകൃത്യ സ്ഥലത്ത് ഒരു നിഗൂഢമായ അമ്പടയാളം ഉപേക്ഷിച്ചു പോയ ഒരു ക്രൂര സംഘത്തെ ഡിറ്റക്റ്റീവ് ജോഷി മാത്യു പിന്തുടരുന്നു. അവരെ കണ്ടെത്താൻ അസാധാരണമായ രീതികൾ അവലംബിക്കുന്നു. ഈ ഡിറ്റക്റ്റീവിൻ്റെ കേസ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല കേട്ടോ. ഞാൻ ഈ സിനിമയിൽ ഡിറ്റക്റ്റീവിനും കണ്ടിട്ടൊന്നുമില്ല. പോലീസുകാരനായിട്ട് തന്നെയാണ് അമിത് ചക്കാലക്ക് വന്നത്. ഇത് IMDbത്തെ ഒരു ഇതാണ് കേട്ടോ. ഡയറക്ടർ ആസാദ് അലവിൽ, എഴുത്തുകാരൻ വിനു കെ മോഹൻ, ജിജു രാജ്. അഭിനയിച്ചത് അമിത് ചക്കാലക്കിലെ സുഹാസിനി കുമാർ, സെന്തിൽ കൃഷ്ണ. കുറച്ച് കൂടുതൽ എല്ലാവരും അറിയണവരെ പേരെടുത്ത് എഴുതിയെന്ന് മാത്രം. പിന്നെ ഇനി അടുത്തവരെ ക്രൂവിൻ്റെ കാസ്റ്റ് സുധീർ കരമന, ജയദുഷ്യനാഥ്, ആളുടെ ഫോട്ടോ ഇല്ല. കലാഭവൻ ഷാജോണൊക്കെ ഈ സിനിമയിൽ എന്തിനാണ് തല വെച്ച് കൊടുത്തതെന്ന് അറിയില്ല കേട്ടോ. അബു സലീമിൻ്റെ പേര് ഇതിൽ കാണാണ്. ഞാൻ സിനിമയിൽ അബു സലീമിനെ കണ്ടിട്ടില്ല. നീന കുറുപ്പുണ്ട്. സന്തോഷ് കീഴാറ്റൂർ, ആളാണ് എല്ലാ സിനിമയിലും മരിക്കണ നടൻ. ആൾ സിനിമയിൽ വില്ലനാണ്, എല്ലാ പോലെ അവസാനം മരിക്കും. രേണു സൗന്ദർ, ജിജു രാജ്, ശ്രീകാന്ത് മുരളിനെ ഞാൻ ഈ സിനിമയിൽ എനിക്ക് പെട്ടെന്ന് കണ്ടതായിട്ട് ഓർമ്മ തോന്നുന്നില്ല കേട്ടോ. പിന്നെ മേഘനാഥൻ നമ്മുടെ സൻലാഭത്തിലെ വില്ലുണ്ടല്ലോ ആള്. പിന്നെ പരസ്പരം പ്രദീപ്, അതെനിക്ക് ആരാന്ന് പെട്ടെന്ന് കത്തിയിട്ടില്ല. പരസ്പരം പ്രദീപ് പരസ്പരം ചിലപ്പോൾ സീരിയലത്തെ പ്രദീപായിരിക്കണം. അപ്പോൾ ഇതാണ് ഈ സിനിമയുടെ ക്രൂ. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള ഭാഗം ഫോറസ്റ്റ് ട്രൈബൽ ലീഡർ എന്ന് പറഞ്ഞൊരാളുടെ പേര് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാജ ജയൻ, ആളായിരിക്കും കാട്ടിലെ ഷൂട്ടിങ് കാര്യങ്ങളൊക്കെ ലീഡ് ചെയ്യുക, എന്തെങ്കിലും ചെയ്ത് കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവുക. ഇനി പ്രൊഡ്യൂസേഴ്സ് പ്രേമാനന്ദ് കല്ലാട്ട്, കമ്പോസർ മോഹൻ സിത്താരയാണ് കമ്പോസർ. എനിക്ക് ഇതിലെടുത്ത് നല്ല പാട്ടുകളൊന്നും ഫീൽ ചെയ്തില്ല കേട്ടോ. സിനിമാറ്റോഗ്രാഫർ മണി പെരുമാൾ, എഡിറ്റർ അഭിലാഷ് മോഹൻ, വിഷ്വൽ എഫക്ട്സ് രഘുരാമൻ. പിന്നെ ഇതിൻ്റെ ഡീറ്റെയിൽ എന്താ, 1 മണിക്കൂർ 55 മിനിറ്റാണ് സിനിമ. വലിയ സിനിമയായിട്ടൊന്നും തോന്നിയില്ല. ആ സിനിമ അടിച്ചു കളഞ്ഞിട്ട് കണ്ടത്. മൂർച്ചല്ലാത്ത അസ്ത്രമാണ് മൂർച്ചല്ലാത്ത അസ്ത്രം എന്ന് പറയാൻ പടത്തിനെ. ഒരു ഗ്രിപ്പിങ്ങും ഇല്ല. എന്താ പറയുക, ആദ്യം മുതലേ നായികയുടെ റേപ്പ് ചെയ്തിട്ടുണ്ടാവും. നായികയുടെ അച്ഛനെയും അമ്മേനെല്ലാം കൊന്നുണ്ടാവും. അച്ഛനാണുള്ളൂ, അപ്പോൾ അച്ഛനെ കൊന്നുണ്ടാവും.
പിന്നെ എന്താണെന്ന് വെച്ചാൽ ഇവരായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്ക് എന്തെങ്കിലും പ്രശ്നമായിട്ട് ഇവർ പകരം കിട്ടുന്നതാണ് കഥ ആദ്യത്തെ 10 മിനിറ്റിൽ തന്നെ മനസ്സിലാവും. അപ്പോൾ ഈ വീഡിയോ കണ്ട് വിചാരിക്കും ആദ്യത്തെ 10 മിനിറ്റിൽ കഥ മനസ്സിലായ പടങ്ങളൊക്കെ ഫ്ലോപ്പാണോ? അങ്ങനെയല്ല. ഇത് പടം ഗ്രിപ്പിംഗ് അല്ല. എഡിറ്റിങ് ഒരു നല്ല എഡിറ്ററാണെന്ന് വിചാരിച്ചാലും ഗ്രിപ്പിംഗ് അല്ലാത്ത കഥ കിട്ടി കഴിഞ്ഞാൽ എഡിറ്റർ അവിടെ വന്നിട്ട് എന്തെടുത്ത് ചെയ്യാനാണ്. ഇപ്പോൾ ചില സിനിമകളൊക്കെ സ്ലോലി ചെയ്യുന്ന സിനിമ ഡയറക്ടർമാർ കുറച്ച് ഫാസ്റ്റായിട്ടുള്ള സിനിമ ചെയ്യുന്നവർ ആകുമ്പോൾ അവർക്ക് അതായത് കഥ സ്ട്രോങ് ആണെങ്കിൽ എഡിറ്റിങ്ങിലും എടുത്ത വിഷ്വൽസിലൊക്കെ എഡിറ്റിങ്ങിൽ 8 മണിക്ക് കഴിവ് തെളിയിക്കാൻ പറ്റും. ഇപ്പോൾ 1:55 മിനിറ്റ് പടമുള്ളൂ. കുറേ കാട് കാണിക്കുന്നു, പോലീസ് സ്റ്റേഷൻ കാണിക്കുന്നു, പോലീസുകാരെ കാണിക്കുന്നു എന്നല്ലാണ്ട് ഒരു ഇമോഷണലി കണക്റ്റ് ആവണേ ഇല്ല സിനിമ. പിന്നെ എവിടെയും ഗ്രിപ്പിംഗ് ഇല്ല, ഒരു അന്വേഷണത്തിലൊന്നുമില്ല. ഈ പോലീസുകാർ തന്നെയാണ് വില്ലന്മാരെന്ന് പറഞ്ഞു. ഈ പെണ്ണിനെ റേപ്പ് ചെയ്തിട്ട് റേപ്പ് ചെയ്യണ നേരത്തെ ഈ പെണ്ണിൻ്റെ അച്ഛൻ വരുന്നു, അച്ഛനെ കൊല്ലുന്നു. അച്ഛനെ അന്വേഷിച്ചിട്ട് വേറെ കുറച്ച് ആൾക്കാർ വരുന്നു, അവരൊക്കെ കൊന്നിട്ട് അവരൊക്കെ നക്സലൈറ്റാന്ന് പറയുന്നു. അതുകൊണ്ട് അവരെയൊക്കെ പോലീസുകാർ എവിടെ കൊണ്ടുപോയി കുഴിച്ചിടുന്നു. കുറേ കാലം കഴിഞ്ഞിട്ട് രക്ഷപ്പെട്ട പെണ്ണ് തിരിച്ചു വന്നിട്ട് ഈ പെണ്ണെ കൊന്നിട്ട് കൊണ്ടുവരുന്ന നേരത്ത് കൊന്നു മരിച്ചു വിചാരിച്ച് കൊണ്ടുവരുന്ന നേരത്ത് 2 പേര് കാറിൽ വന്നപ്പോൾ ഇത് കാണുന്നു, രക്ഷിക്കുന്നു. അപ്പോൾ ഇവരെ ടീമിൽ ചേർന്നു. എന്നിട്ട് വേറെയും കുറേ ആൾക്കാർ ഇവരുടെ ടീമിൽ ചേരുന്നു. ഇവരൊക്കെ എങ്ങനെയാണ് ഇതിൽ ചേർന്നത്? ഇവരൊക്കെ എങ്ങനെയാണ് പോലീസിനെതിരെ അതായത് ഈ പെണ്ണിൻ്റെ റിവെഞ്ച് എടുക്കാൻ വേണ്ടി ബാക്കിയുള്ളവരൊക്കെ എന്തിനാണ് കൂടെ നിൽക്കുന്നത്? അതിൽ ആ നായികനെ ചെന്തിൽ കൃഷ്ണൻ കയറി പിടിക്കാൻ പോകുമ്പോൾ അവളൊരു ചവിട്ടി ഓട്ടിയിട്ട് പുറത്ത് പോകുന്ന സീനൊക്കെ ഉണ്ട്. അപ്പോൾ വേറെ ഒരുത്തിന് അവളോട് പ്രേമുണ്ടാവും. പിന്നെ എന്താ പറയുക, തേൻ വെച്ചിട്ട്, അതായത് ഒരു പോലീസുകാരി 3 പോലീസുകാരാണ് ഈ പെണ്ണിനെ റേപ്പ് ചെയ്യാനും പിന്നെ ഒരാൾക്കാരെ കൊല്ലാനും കൊന്നവരെ നക്സലേറ്റ് ആക്കാനൊക്കെ കൂട്ടുന്നത്. അവസാനം ലാസ്റ്റ് 2 വില്ലന്മാരെ തേൻ ഒഴിച്ചിട്ട് പിന്നെ തേനീച്ചനെ തുറന്നിട്ടൊക്കെയാണ് കൊല്ലിക്കണത്. പിന്നെ അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഇപ്പോൾ അറിയാലോ ക്ലൈമാക്സിൽ വില്ലന്മാരെ കൊല്ലാൻ വരുന്നത്. ആ കൊല്ലാൻ വന്നിട്ട് വെടിയൊക്കെ കിട്ടുന്നിടത്ത് ഇങ്ങനെ ഒരു ചൂളം വിളിക്കുന്ന ഒരു സാധനം വിളിക്കുന്നുണ്ട് വില്ലൻ, ഈ സന്തോഷം ഏറ്റു. അപ്പോൾ നമ്മളെന്താ വിചാരിക്കുക, മറ്റുള്ള പോലീസുകാരൊക്കെ വന്നിട്ട് വളഞ്ഞിട്ട് വരെ പിടിക്കുന്നത് ഒരു തേങ്ങയില്ല. അപ്പോൾ ഒരു കട്ടടിച്ചിട്ട് വീണ്ടും കാടിൻ്റെ ഉള്ളിലേക്ക് പോയിട്ട് കാട്ടിൽ ഒരാൾ വയസ്സായിട്ട് കിടക്കുന്നുണ്ടാവും. അപ്പോൾ അയാൾ പോലീസുകാരുണ്ടല്ലോ, നമ്മുടെ നായകൻ, ഞാൻ പേര് പെട്ടെന്ന് മറന്നോട്ടാ, നായകനോട് പറയാണ് ഞങ്ങൾക്ക് ഈ ശരിക്കും ചതി ഉണ്ടായത് ഞങ്ങൾക്കാണ്. മോളനെ അവർ ചെറുപ്പം മുതൽ അപ്പോൾ കുട്ടിക്കാലം കാണിക്കുകയാണ്. ഈ ഒരു മൂപ്പൻ്റെ മോളാണ്. മൂപ്പൻ ചെറിയ കുട്ടി 2 പെൺകുട്ടികളെ അങ്ങനെ കളിപ്പിച്ചിറക്കുന്നതും പൂരം വേലൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കളിപ്പാട്ടം വാങ്ങി കൊടുക്കുന്നത്. കുട്ടികൾ വലുതായിട്ട് സ്കൂളിൽ പോയി വരുന്ന സമയത്ത് ഈ സന്തോഷിയായിട്ട് വിടുന്ന പോലീസുകാരൻ വണ്ടി പഞ്ചറായിട്ട് നിൽക്കുന്ന സമയത്ത് ഈ പെണ്ണിനെ കണ്ടിട്ട് ഇയാൾക്ക് ഈ പെണ്ണിനോടൊരു ഇത് തോന്നണതും പിന്നെ ഈ പെണ്ണിനെ ചതിച്ച് എങ്ങനെയൊക്കെ കൊണ്ടുവരണതും കൊടുന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ടാവണതൊക്കെയാണ് ഇതിലത്തെ കാര്യങ്ങൾ. ഇത് തീരെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിൽ കണക്റ്റ് ആവുന്നില്ല. അതാണ് ഇതിൻ്റെ മെയിൻ പ്രശ്നം. പിന്നെ എഡിറ്റർ കുറ്റം പറഞ്ഞിട്ടോ പാട്ടുകൾ കുറ്റം കൊണ്ടൊന്നും കാര്യമില്ല. പാട്ടുകൾ ഒന്നും കണക്റ്റായ പാട്ടുകളൊന്നുമില്ല. ഒരു വൺ ടൈം വാച്ചബിളാണെന്നൊന്നും ഞാൻ പറയില്ല. ഈ റിവ്യൂ കാണുന്നവർക്ക് ഇതൊരു എന്താ പറയുക, ഇത് കഥ പറഞ്ഞെന്ന പോലെ തന്നെയാണ് ഇട്ടത്. അങ്ങനെ അയാളുടെ ഒരു കാട്ടിലേക്ക് നായകൻ പോകുന്ന സമയത്ത് പറയണത് ഞങ്ങളെ ചതിക്കപ്പെട്ടതാണ്, അങ്ങനെ ഞങ്ങളെ ആൾക്കാരെയൊക്കെ കൊന്നു എന്നൊക്കെ പറയുമ്പോൾ അയാൾക്ക് കൈ കൊടുക്കുകയാണ്. പിന്നെ ഈ പോലീസുകാരനെ കൊല്ലണ വരെ അങ്ങോട്ട് പോവില്ല. കൊന്നു കഴിഞ്ഞിട്ട് പിന്നെ കേസിൽ നിന്ന് മാറ്റും. അപ്പോൾ സന്തോഷമായിട്ട് വണ്ടി എടുത്ത് വീണ്ടും പോവാണ്. ഇതാണ് ഇതിൻ്റെ കഥ. ഒരു മൂർച്ചല്ലാത്ത അസ്ത്രമാണ് ശരിക്കും അസ്ത്രം. അപ്പോൾ ആരെങ്കിലും കണ്ടവരെ അഭിപ്രായം പറയാം. ബായ്.